എക്സാലോജിക് കേസിൽ അന്വേഷണം ഊർജിതമാക്കി SFIO. എക്സാലോജിക്കുമായി ഇടപാട് നടത്തിയ 8 സ്ഥാപനങ്ങളിൽ നിന്നും രേഖകൾ ശേഖരിച്ചു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് SFIOയുടെ നീക്കം. എക്സാലോജിക്കുമായി ഇടപാട് നടത്തിയ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യും. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ഇടവേളയ്ക്ക് ശേഷം CMRL മാസപ്പടി വിവാദത്തിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് SFIO. വീണ വിജയന്റെ ഉടമസ്ഥതയുള്ള എക്സാലോജിക്കുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും SFIO രേഖകൾ ശേഖരിച്ചു. JDT ഇസ്ലാമിക്, കാരക്കോണം CSI മെഡിക്കൽ കോളേജ്, സാന്റാമോണിക്ക, അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റി, റിൻസ് ഫൗണ്ടേഷൻ എന്നിവിടങ്ങളിൽ നിന്നാണ് രേഖകൾ ശേഖരിച്ചത്. ഈ രേഖകൾ SFIO വിശദമായി പരിശോധിക്കും. അതിനിടയിൽ KSIDC ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 6 പേരെ ചോദ്യം ചെയ്യാനും SFIO തീരുമാനിച്ചിട്ടുണ്ട്. വീണയെ ചോദ്യം ചെയ്താൽ തട്ടിപ്പിന്റെ തെളിവുകൾ പുറത്തുവരുമെന്ന് മാത്യു കോൾനാടൻ MLA. എക്സാലോജിക്കിന്റെ ഉടമകളെയും, അതായത് വീണ വിജയനെയും അവരുമായി അവർക്ക് പണം നൽകിയവരെയും സെപ്പറേറ്റ് ആയിട്ടും കൂട്ടിയിരുത്തിയും ചോദ്യം ചെയ്ത് മാത്രമേ ഇതിന്റെ യഥാർത്ഥ വശങ്ങൾ പുറത്തു വരത്തുള്ളൂ. അന്വേഷണം മന്ദഗതിയിലാണെന്ന കോൺഗ്രസ് ആരോപണം തെറ്റാണെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ്. മാസപ്പടി വിവാദത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് BJP നേതാവ് കൂടിയായ ഷോൺ. കൃത്യമായി അന്വേഷണ ഏജൻസി അവരുമായി നടത്തിയ ഓരോ ഇടപാടുകാരെയും അവരുമായി നടത്തിയ ട്രാൻസാക്ഷൻസ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 15-ാം തീയതിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSIDCയുടെയും CMRLയുടെയും ഉദ്യോഗസ്ഥരുൾപ്പെടെ 6 പേരെ നേരിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനും വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ എങ്ങനെ, എവിടെയാണ് ഈ മെല്ലപ്പോക്ക്? ചുമ്മാ അങ്ങ് സ്ഥാപിക്കുക മെല്ലപ്പോക്കാന്ന്. ആദായ നികുതി വകുപ്പിലെ ഇടക്കാല തർക്കപരിഹാര ബോർഡാണ് CMRL നിന്നും എക്സാലോജിക്ക് അനധികൃതമായി പണം വാങ്ങിയെന്ന് കണ്ടെത്തിയത്. മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ച് വീണ പണം സമ്പാദിച്ചെന്നാണ് നിഗമനം. തുടർന്നാണ് അന്വേഷണം SFIOക്ക് കൈമാറിയത്. ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.